ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. ഈ ഒരു വീഡിയോയിൽ വളരെ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്ന ഒരു കരുതൽ, ഒരു ലക്ഷ്യം, ഒരു ചുമതലബോധം, അതിനെപ്പറ്റിയുള്ള ആവശ്യമായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അത് എന്നെ ശ്രവിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ കടമ നിർവഹിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടിൽ, സമീപനത്തിലാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉദ്ദേശിക്കുന്നത്. പല സുഹൃത്തുക്കൾക്കും ഞാൻ എന്തുകൊണ്ട് പുരോഹിതവർഗത്തെയും സുവിശേഷ മേഖലയിൽ കച്ചവടം പോലെ ആത്മീയ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ പറ്റിയും വിമർശനാത്മകമായി പ്രതിപാദിക്കുന്നുവെന്ന് ചിലർക്കെങ്കിലും അസ്വസ്ഥതയും മറ്റനേകർക്കും അറിയാനുള്ള വ്യഗ്രതയും ഉണ്ടാകും. അസ്വസ്ഥത പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്, അറിയാനുള്ള വ്യഗ്രതയും അപ്രകാരം തന്നെ. വളരെയധികം തെറ്റിദ്ധാരണകൾ ഉളവാക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു കരുതലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാം ആരെപ്പറ്റിയെങ്കിലും, ഏതെങ്കിലും പ്രതിഭാസത്തെ, ഏതെങ്കിലും സ്ഥാപനത്തെ, ഏതെങ്കിലും തത്വസംഹിതയെ വിമർശിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപിത താല്പര്യമോ വ്യക്തിപരമായ ഉദ്ദേശങ്ങളോ ആരോപിക്കപ്പെടുക സ്വാഭാവികമാണ്. അങ്ങനെ വരുമെന്ന് തിരിച്ചറിയാനുള്ള അനുഭവ പാഠവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരാതി എന്ന അർത്ഥത്തിൽ ആരും എടുക്കരുത്. എനിക്ക് പരാതിയില്ല. പക്ഷേ എൻ്റെ നിലപാട് വ്യക്തമാക്കുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിട്ടുകൊള്ളട്ടെ. ഒരുപക്ഷെ നിങ്ങളെയും എന്നെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തേണ്ട ഒരു വചനസത്യം, സുവിശേഷ സത്യം, യേശു ആരാധനയെപ്പറ്റി എടുത്തിട്ടുള്ള നിലപാടുകളാണ്. അത് നാം വച്ചു പുലർത്തുന്ന ധാരണകൾക്ക് വളരെ വ്യത്യസ്തമാണ്, ധാരണകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട്, നാം വളരെ നീട്ടി പ്രാർത്ഥിക്കുന്നത്, അധിക പദങ്ങൾ ഉപയോഗിച്ച് വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത്, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്, നിരന്തരം പ്രാർത്ഥിക്കുന്നത് ആത്മീയമായ മഹിമയുള്ള ഒരു അഭ്യാസമായി കരുതുമ്പോൾ യേശു തികച്ചും വ്യത്യസ്ത നിലപാടാണ് ഇതിനെപ്പറ്റി എടുത്തത് എന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പരിചയമുള്ളവർ പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന ആരാധനാ രീതികളെ മുഴുവനും പരാമർശിച്ചുകൊണ്ടാണ് യേശു ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്, ശമര്യക്കാരുടെ ഇടയിൽ മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിലും എവിടെയൊക്കെ സംഘടിതമായ ആരാധനയുണ്ടോ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മുറപ്രകാരം അതിൻ്റെ രീതി അനുസരിച്ച് ആരാധന നടക്കുന്നു, അവിടെയൊക്കെ സത്യ ആരാധനയല്ല നടക്കുന്നത്. അത് സത്യ ആരാധന ആണ് എന്ന് അതിൽ പങ്കെടുക്കുന്ന രണ്ട് കൂട്ടരും, അതായത് ആരാധന നടത്തുന്നവരും ആരാധനയിൽ പങ്കെടുക്കുന്നവരും, പുരോഹിതന്മാരും അയ്മേനികളും ഒന്നുപോലെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന ഒരു സത്യമാണ് കർത്താവ് യേശു ക്രിസ്തു
ശമര്യക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല, അല്ലെങ്കിൽ അത് പെടാതിരിക്കത്തക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ നാം തന്നെ മറിച്ച് കളയുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ നാം വളരെ പ്രത്യേകമായി കരുതേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം എപ്രകാരം ആരാധിക്കുന്നു, അതുപോലെ തന്നെ നാം എന്തിനു വേണ്ടി ആരാധിക്കുന്നു. രണ്ട് ചോദ്യങ്ങൾ, വളരെ ലളിതമാണ്. നാം എന്തിനു വേണ്ടി ആരാധിക്കുന്നു, നാം എപ്രകാരം ആരാധിക്കുന്നു എന്നത് നാം ആരെ ആരാധിക്കുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നു. നാം ആരെയാണ് ആരാധിക്കുന്നത്, അതനുസരിച്ചായിരിക്കും നാം എപ്രകാരം ആരാധിക്കുന്നു, എന്തിനു വേണ്ടി ആരാധിക്കുന്നു. ഇപ്പം നാം നമ്മോട് തന്നെ ചോദിക്കുകയാണ്, നാം എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്, ആരാധനയുടെ ഉദ്ദേശം എന്താണ്, ആരാധിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണം, നാം പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ടാണ്, പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിച്ചും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, പൊതു ആരാധനയിൽ കൂടെ എന്ത് സംഭവിക്കും, പൊതു ആരാധനയിൽ പങ്കെടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, കിഴക്കോട്ട് നിന്ന് ആരാധിച്ചാൽ എന്ത് സംഭവിക്കും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആരാധിച്ചാൽ എന്ത് സംഭവിക്കും, സ്ത്രീകൾ തലയിൽ മുണ്ടിട്ട് തല സാരി കൊണ്ട് മൂടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും. നാം ഈയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല, പരിഗണിക്കാറില്ല. താരിപ്പുകൾ അപ്രകാരം പാലിച്ചു പോരുക എന്നതിനപ്പുറത്ത് നാം നിർവഹിക്കുന്ന ഈ കർത്തവ്യങ്ങൾ, ഈ ആചാരങ്ങൾ, ഈ കടമകളിൽ എന്താണ് അർത്ഥം, അത് വേണ്ട വിധത്തിലാണോ നാം നിർവഹിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണ ബുദ്ധി നമുക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതാണ് വളരെ വ്യക്തമായി എനിക്ക് എവരെയും ധരിപ്പിക്കാനുള്ളത്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നത്, ഞാൻ ആത്മാർത്ഥമായി എന്നോട് തന്നെ പറയുന്നത്, നമ്മുടെ ആരാധന ഒട്ടുമുക്കാലും ദൈവത്തെ അപമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന ഒരു ഭീകരമായ യാഥാർത്ഥ്യം എന്നെ അലട്ടുവാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാം ആരാധിക്കുമ്പോൾ ആരാധന ഇപ്രകാരമായിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം, ഇന്നതുപോലെ ആയിരിക്കണം, അതിൽ നമ്മുടെ പങ്ക് ഇതാണ്, പുരോഹിതൻ്റെ പങ്ക് അതാണ്, ഇങ്ങനെയുള്ള ധാരണകളുടെ ആകത്തുകയാണ് നമ്മുടെ ആരാധന. നാം ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ മുറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ആരാധനയെ ആകെ അടക്കി ഭരിക്കുന്ന ദൈവസങ്കല്പം എന്താണ് നാം അന്വേഷിച്ചിട്ടുണ്ടോ? നാം ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ദൈവത്തെ പറ്റിയുള്ള ഏത് ധാരണ വെച്ചിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തോട് അഭയയാചന നടത്തുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വ്യക്തതയുമില്ല എന്നതാണ് സത്യം. അത് നമ്മെ ഏവരെയും വളരെയധികം ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നാം ചില സങ്കല്പങ്ങൾ തീർച്ചയായും താലോലിച്ച് വച്ചിട്ടുണ്ട്. എന്നാൽ ആ സങ്കല്പങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമെന്ന പരമമായ സത്യത്തോട് ഏതെല്ലാം വിധത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വിപരീതമായി നിൽക്കുന്നുണ്ട്, ദൈവമെന്ന ആ വലിയ സത്യത്തെ ഏത് വിധത്തിൽ, ഏത് തോതിൽ വക്രീകരിക്കുന്നുണ്ട്, മിസ്റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, തെറ്റായ വിധത്തിൽ പ്രതിബിംബിപ്പിക്കുന്നുണ്ട്, ഇവയെപ്പറ്റി നമുക്ക് യാതൊരു ചിന്തയും പരിഗണനയുമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നാം ആരാധിക്കുന്നത് ദൈവത്തോടാണ് എന്ന സങ്കല്പം നാം നിലനിർത്തുമ്പോൾ തന്നെ ആ ദൈവത്തോട് നമുക്ക് യാതൊരു താല്പര്യവും കരുതലുമില്ല എന്നതാണ്
എൻ്റെ തന്നെ അനുഭവത്തിൽ കൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മറ്റാരെയും കുറ്റം പറയുന്നതല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ സത്യം ഒന്ന് തുറന്ന് കാട്ടുന്നുവെന്ന് മാത്രം. അതുകൊണ്ടാണ് ആരാധനയിൽ പോലും അന്വേഷണ ബുദ്ധി ഉണ്ടാകണമെന്ന് യേശു പറഞ്ഞത്. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. അത് ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ എല്ലാ തലങ്ങളെയും അടക്കി ഭരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. നാം അധ്വാനത്തിൽ അന്വേഷിക്കണം, ആരാധനയിൽ അന്വേഷിക്കണം, ബന്ധങ്ങളിൽ അന്വേഷിക്കണം, നാം ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വഭാവത്തിൽ നാം അന്വേഷിക്കണം. ഒരു ആത്മീക പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ പക്വതയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകമായ ഒരു സമീപനം എന്തിനോടും അന്വേഷണ ബുദ്ധിയോടുകൂടെ പങ്കുചേരുകയും ആ അന്വേഷണ ബുദ്ധിയിൽ മാത്രം അതിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ അന്വേഷണ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിപ്പാൻ, നിവൃത്തിയാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ. അങ്ങനെ നിവർത്തിക്കുവാനായിട്ട് വന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകമായ സ്വഭാവം എന്താണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യേശു രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ അല്ലോ മനുഷ്യപുത്രൻ. അപ്പോൾ അന്വേഷിക്കുന്നു. മനുഷ്യപുത്രൻ്റെ ആധികാരികമായ സ്വഭാവം എന്താണ്? അവൻ അന്വേഷിക്കുന്നു. അവൻ എല്ലാറ്റിനെയും അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് അന്വേഷിക്കുന്നു? ഭാഗികമായതിനെ കൊണ്ട് നമുക്ക് ഒന്നിനോടും നീതി പാലിപ്പാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ ഭാഗികമായി അറിഞ്ഞാൽ എന്നോട് നീതി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കും, സംശയമില്ല. അതുകൊണ്ട് സത്യസന്ധമായി ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും പൂർണ്ണമായൊരു ഉത്തരം കണ്ടുപിടിക്കാതെ എനിക്ക് എന്നോട് തന്നെ നീതി പാലിപ്പാൻ സാധ്യമല്ല. വ്യക്തി ബന്ധങ്ങളിൽ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, എന്തുകൊണ്ടാണ് മനുഷ്യർ പരസ്പരം നീതി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത്? ആരും ആരെയും വേണ്ടതുപോലെ അറിയുവാൻ കൂട്ടാക്കുന്നില്ല. അന്വേഷണ ബുദ്ധിയോടെ ബന്ധങ്ങളിൽ ആരും പങ്കെടുക്കുന്നില്ല. അതിന് ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ ടേക്കിംഗ് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. അതോടുകൂടെ അന്വേഷണം കഴിഞ്ഞു. അന്വേഷണം നിൽക്കുമ്പോൾ പിന്നെ വിമ്മിഷ്ടം ആരംഭിക്കുകയായി. എല്ലാ ബന്ധങ്ങളിലും വിമ്മിഷ്ടമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആരാധനയിൽ ഈ അന്വേഷണ ബുദ്ധിയിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം അവൻ അന്വേഷണത്തിൻ്റെ വെളിച്ചമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ ഏതോ ഒരു ഫോർമുലയിൽ, ഏതെങ്കിലും ഒരു ഫോർമുലയിൽ അല്ലെങ്കിൽ ചില ആചാരക്രമങ്ങളുടെ ആകത്തുകയിൽ ഒതുക്കി നിർത്താമെന്ന് യേശു ഒരു കാലത്തും കരുതിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ യഹൂദ സമൂഹം അവരുടെ മതപരമായ ജീവിതത്തിൽ നടത്തി വന്ന, വളരെ പ്രാധാന്യം കൽപ്പിച്ച് നടത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങൾ അത് ആത്മീകമായി വഴിമുടക്കുന്നതാണ്, വിഘ്നം വരുത്തുന്നതാണ്, അതിൽ അപാകതയുണ്ട്. അത് സത്യാരാധനയല്ല. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമീപനം ഇതിനകത്തില്ല എന്ന് യേശു വ്യക്തമായി തിരിച്ചറിഞ്ഞു വരുന്നത് 4 സുവിശേഷങ്ങൾ ഒരേ സ്വരത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നതാണ്. പക്ഷേ യേശു അത് പറയുന്നത് ശമര്യക്കാരുടെ നാട്ടിൽ നിന്നിട്ടാണ് എന്ന് സമ്മതിക്കുന്നത്. പക്ഷേ അത് സാർവലൗകികമായ പ്രസക്തമായൊരു വെളിപ്പെടുത്തലാണ് എന്നാണ് എൻ്റെ സത്യം. അല്ലാതെ ശമര്യക്കാർക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, യഹൂദന്മാർക്കും മറ്റുള്ള ആർക്കും ഈ പ്രശ്നമില്ല എന്ന് ഒരിക്കലും അതുകൊണ്ട് അർത്ഥമില്ല. യേശു വെളിപ്പെടുത്തിയത് മുഴുവനും സാർവലൗകികമായ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ഇതിൻ്റെ ഹൃദയഭാഗത്തേക്ക് വരട്ടെ.
ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അല്ലെങ്കിൽ ആരാധിക്കണമെന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതല്ലാത്ത സത്യ ആരാധനയല്ലാത്ത എല്ലാ ആരാധനകളും ആചാരങ്ങളും ദൈവത്തെ കൊച്ചാക്കുന്ന ഒരു സമീപനമാണ്. നാം അറിയുകയും നാം ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം എത്ര ചെറുതാണ്. യഥാർത്ഥത്തിൽ സത്യസന്ധമായി നാം വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നാം വളരെ തുച്ഛമായ, വളരെ കൃശമായ, നിസ്സാരമായ, തൃണവൽക്കരിക്കപ്പെട്ട ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവത്തെ തൃണവൽക്കരിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നിട്ടാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ആരാധനയിൽ ഒരു വലിയ അപമാനമുണ്ട്. നാം അറിയാതെ ദൈവത്തെ അപമാനിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ആരാധനകളിലുണ്ട്. നിങ്ങൾ അല്പം ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ ഞായറാഴ്ചത്തെ ആരാധനാക്രമം നിങ്ങൾ നോക്ക്. ആ ആരാധനാക്രമത്തിൽ ഒതുക്കാവുന്നതാണോ ദൈവത്തിൻ്റെ വ്യക്തിത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ ഹൃദയം? അങ്ങനെ എങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും? അപ്പോൾ മനുഷ്യൻ സംഘടിതമായി ഒരു ചട്ടക്കൂടുണ്ടാക്കുമ്പോൾ അത് മനുഷ്യർക്ക് മാത്രം കയറിയിരിക്കുവാനും വസിക്കുവാനും വിശാലതയുള്ളതായിരിക്കും. യെരുശലേം ദേവാലയം പണിത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയാകുന്ന സമയത്ത് അത് നിർമ്മിക്കുവാൻ ചുമതലയെടുത്ത ശലോമോൻ രാജാവ് വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നീ വസിക്കയില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നിനും നിൻ്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളുവാനും ഒതുക്കുവാനും സാധ്യമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഒരു ദേവാലയം പണിയുമ്പോൾ അതിൽ കൂടെ ദൈവത്തെ അപമാനിക്കുവാൻ സാധ്യതയുണ്ട്, ദൈവത്തെ കൊച്ചാക്കുവാൻ, ദൈവത്തെ തൃണവൽക്കരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുവാൻ ശലോമോന് ജ്ഞാനമുണ്ടായി. നാം ആ ജ്ഞാനത്തെ 100% ഉപേക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നസ്രയനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദിമഘട്ടത്തിൽ യഹൂദന്മാരുടെ പള്ളികളിൽ ആരാധിക്കുവാൻ പോകുമായിരുന്നു. ഏറെ താമസിയാതെ യേശുവിന് മനസ്സിലായി ഇതിൽ അപാകതയുണ്ട്. ദൈവത്തെ, സത്യദൈവത്തെ താൻ പിതാവായി അറിയുകയും ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന അവസ്ഥയിലേക്ക് വളരുകയും ചെയ്ത ഈ അതുല്യ ആത്മീയ പ്രതിഭയുടെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ മനുഷ്യർ വളരെ ഭയഭക്തി ആദരവുകളോടുകൂടെ ആരാധിക്കുന്നുവെങ്കിലും ആ ആരാധന ദൈവത്തിൻ്റെ ആ അഭൗമമായ അസ്തിത്വത്തെയും യാഥാർത്ഥ്യത്തെയും സത്യത്തെയും അതിൻ്റെ വലിയ പ്രഭയെയും ഒന്ന് പരിഗണിച്ച് നാം പരിശോധിക്കുമ്പോൾ അതെത്രയോ നിസ്സാരമാണ്, അപ്രസക്തമാണ്, അപര്യാപ്തമാണ്. എന്നാൽ നാം ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ആ നിശ്ചയിച്ചിരിക്കുന്ന ആരാധനാക്രമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ തെറ്റിയാൽ തീർന്നുപോയി എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുർബാന അല്ലെങ്കിൽ സക്രമെന്ത് വരുമ്പോൾ അത് ഇങ്ങനെ തന്നെയാണ്. അതും ദൈവമായിട്ട് എന്താണ് ബന്ധം? ബന്ധം ഇല്ലെന്നല്ല ഞാനീ പറയുന്നത്. പക്ഷെ നമുക്കറിഞ്ഞുകൂടെ നമ്മൾ ചിന്തിക്കാറുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു അപ്പക്കഷ്ണം എടുത്ത് പുരോഹിതൻ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം വായിച്ചു അല്ലെ ചൊല്ലി, കാണാപ്പാഠം പഠിച്ച് ചൊല്ലി, അതുകൊണ്ട് ആ അപ്പക്കഷ്ണം യേശുവിൻ്റെ ശരീരമാകുമെന്ന് പറയുമ്പോൾ യേശുവിനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ് നാം മനസ്സിലാക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച ആ സുഹൃത്ത് വിരുന്ന്, ഫെലോഷിപ്പ് മീൽ, കൂട്ടായ്മയുടെ അത്താഴം, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഒരു അപ്പം കയ്യിലെടുത്ത് നുറുക്കിയിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇതിൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറയുന്ന യേശുവിൻ്റെ വ്യക്തിത്വം എന്താണ്? ആ വ്യക്തിത്വത്തിൽ നിന്ന് ഈ അപ്പത്തെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടിട്ട് അപ്പം മുറിച്ചാലും അത് സക്രമം താകുന്നത് എങ്ങനെയാണ്?
ഇത് ആർക്കാണ് നൽകുന്നത്? തൻ്റെ ശിഷ്യന്മാർക്കാണ് നൽകുന്നത്. പുരോഹിതന്മാർക്ക് പോലുമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർക്കാണ് നൽകുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് യേശു ആചരിച്ചിട്ടുള്ളത്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും തൻ്റെ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെയും ഇനിയും വരാൻ പോകുന്ന എല്ലാ സാധ്യതകളുടെയും ആകത്തുക അതിൽ ചാർത്തിയിട്ട് ആധികാരികമായി യേശുവിന് പറയാൻ കഴിയും, ഇത് എൻ്റെ ശരീരം. നാം അതിനെ തൃണവൽക്കരിക്കുകയല്ലേ? ഞായറാഴ്ചയാണെങ്കിൽ കുർബാന നടക്കണം, അല്ലെങ്കിൽ മാസ് ദിവ്യബലി നടക്കണം, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ നടക്കണം. പുരോഹിതൻ ഡപ്പ തുറന്ന് ഉണങ്ങിയ അപ്പം എടുത്ത് വെച്ചിട്ട് അതും ഇതും പറഞ്ഞു വെച്ച് മുറിച്ച ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും നാം കണക്കാക്കില്ല. കാരണം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാനോ യേശു വിഭാവന ചെയ്ത ആത്മീയ അവസ്ഥയുടെ അഭൗമമായ ഗാംഭീര്യം, അതിൻ്റെ അനന്തമായ അർത്ഥങ്ങൾ, അവസാനിക്കാത്ത ആ പ്രസക്തികൾ, സാധ്യതകൾ, ഉത്തേജനങ്ങൾ, ഇവയെപ്പറ്റി നമുക്ക് യാതൊരു ചിന്തയും ബോധവുമില്ലാതെയാണ് നാം ഈ പരിപാടി നടത്തുന്നത്. എന്നിട്ട് നാം വിചാരിക്കും നാം ഇത് ചെയ്തതുകൊണ്ട്, ഞായറാഴ്ച പോയി വായൊന്ന് പൊളിച്ച് ഇത് ഉള്ളിൽ ഏറ്റവുകൊണ്ട് നാം ഏതാണ്ട് വലിയ കാര്യം സാധിച്ചു. അതിൻ്റെ യാതൊരു തെളിവും നമ്മുടെ ജീവിതത്തിലില്ല, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലില്ല. അതാണ് സത്യം. ഇനി അടുത്തിടെ ചില സുവിശേഷ കച്ചവടക്കാർ നടത്തുന്ന അഭ്യാസങ്ങളെപ്പറ്റി 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പള്ളിക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട വരുമാനം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് അതിനെപ്പറ്റി പരാമർശിച്ചു? എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ആ പാസ്റ്റർ അപ്രകാരം ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രസ്താവിക്കുമ്പോൾ യേശുവിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് എന്ത് ധാരണയാണ് ഉണ്ടാകുന്നത്? ഇദ്ദേഹത്തിൽ കൂടെ അവിടെ ഇരിക്കുന്ന വിശ്വാസജനം പ്രാപിക്കുന്ന കാഴ്ചപ്പാടും ധാരണകളും എന്താണ്? ഒരു പാസ്റ്റർ അദ്ദേഹത്തിന് കോപം തോന്നിയാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ ജോലിയാണ് ഓരോരുത്തരുടെയും ബാങ്ക് കണ്ടുപിടിച്ച് അവിടുത്തെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഓരോരുത്തരുടെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കുക. അതുപോലെ എല്ലാവരുടെയും വസ്തുവിൻ്റെ ഡീറ്റ്സ് ആധാരമൊക്കെ കണ്ടുപിടിച്ച് അത് ക്യാൻസൽ ചെയ്യുക. ആർക്കെങ്കിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുടക്കുക, വിദേശത്തുള്ളവരുടെ ജോലി കളയുക, അങ്ങനെ മറ്റും. അപ്പോൾ ഈ പാസ്റ്ററുടെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു കുരങ്ങാണ് യേശു എന്നതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. അതിനെപ്പറ്റി ബോധമുണ്ടാകുന്നത് ഏതാണ്ട് അപമാനമാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ നാളിതുവരെ നാം പ്രാപിച്ച ആത്മീയമായ പരിശീലനം എന്താണ്? ദൈവവേലയെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണ്? പൗരോഹിത്യ വൃത്തിയെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകൾ എന്താണ്? ആത്മീയമായ അധികാരത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, നാം എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്? ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണോ? ധനം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണോ നാം എന്നാൽ അദാനിയും അംബാനിയും ആരാധിച്ചാൽ പോരെ? യേശു ഏത് ധനം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ലോകത്തിൽ വന്ന് ആ ശുശ്രൂഷ ചെയ്തത്? എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ്, അതുകൊണ്ട് എനിക്ക് 10 ലക്ഷം കോടി രൂപ അല്ലെ ഡോളർ കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെ താലന്ത് കിട്ടും, അതാണോ? അല്ലല്ലോ. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കാരണം യേശു പറഞ്ഞ പിതാവിൻ്റെ ഇംഗിതം ഈ ലോകത്തിൽ നടപ്പാക്കുന്നത് അതിന് ഒരു വില, ഒരു പ്രൈസ് ടാഗ് ഇടുവാൻ സാധ്യമല്ല. നിങ്ങളൊരു കടയിൽ പോയാൽ ചോക്ലേറ്റിന് ഒരു വിലയുണ്ടാകും, ബാർ സോപ്പിനൊരു വിലയുണ്ടാകും, അല്ലെങ്കിൽ അരിക്ക് മുളകിനും വിലയുണ്ടാകും. അതിന് വിലയിടാൻ സാധിക്കുന്നതിൻ്റെ വിലകൾ പരിമിതപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളുടെ സ്നേഹത്തിന് നിങ്ങൾ എന്ത് പ്രൈസ് ടാഗ് ഇടും?
നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നാം ഇപ്രകാരമുള്ള വില നിലവാരം പ്രൈസ് ഇൻഡെക്സ് കൽപ്പിക്കുന്നത് വില കുറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുല്യമായ വിലയുള്ളതിനൊന്നും വിലയിടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇൻവാല്യുബിൾ എന്നൊരു വാക്കുണ്ട്, പ്രൈസ്ലെസ് എന്നൊരു വാക്കുണ്ട്. പ്രൈസ്ലെസ് എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തതെന്നല്ല, അതിൻ്റെ വില നമുക്ക് കൽപ്പിക്കാവുന്ന വില, വിഭാവന ചെയ്യാൻ കഴിയുന്ന വിലയേക്കാളൊക്കെ എത്രയോ അകലെയാണ്, അത് ഉയരത്തിലാണ്, അപ്രമേയമാണ്. അതാണ്. പക്ഷെ ദൈവത്തിന് നമുക്ക് പ്രൈസ് ടാഗ് ഇടാം. ഇങ്ങനെയുള്ള വളരെ ഭീകരമായ നമ്മെ ഞെട്ടിപ്പിക്കേണ്ട പൊട്ടത്തരങ്ങൾ നമ്മുടെ ഈ അനുഭവങ്ങളിലും ആചാരങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് 10 കൽപ്പനയിൽ ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ബലഹീനതയാണ് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുക. എന്താണ് വൃഥ എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ദൈവം എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യം, ആ വലിയ വെളിച്ചം, അതിനുള്ള വാക്ക് നമുക്കില്ല. ആ ഒരു വലിയ പ്രതിഭാസം, അതിനെ കൊച്ചാക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒന്നും ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടി നടിച്ച് നിങ്ങൾ ചെയ്യരുത്. അതാണ് എൻ്റെ അർത്ഥം. നിങ്ങളുടെ ആരാധന പോലും ശ്രദ്ധിപ്പീൻ. അവിടെയാണ് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നത്. യാതൊരു ചിന്തയുമില്ലാതെ, പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാതെ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളുടെ ആത്മീയമായ ഉള്ളടക്കം എന്താണെന്ന് അല്പം പോലും താല്പര്യമില്ലാതെ നാം അവിടെ പോയി ചൂണ്ടനക്കുന്നു, ചില ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നല്ലാതെ അതിന് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നു എന്നല്ല പിന്നെ എന്താണ് പറയേണ്ടത്? അപ്പോൾ 10 കൽപ്പനകൾ പോലും ലംഘിച്ചിട്ടാണ് ഈ ആരാധന നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നാം ബോധമുള്ളവരായി എന്തുകൊണ്ട് അത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ആരാധന കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് ഇടിവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ അന്തസ്സത്ത് കുറഞ്ഞു വരും. നാം മനുഷ്യരല്ലാതായിത്തീരും. നമ്മുടെ കഴിവുകൾ കണ്ണടഞ്ഞു പോകും. അങ്ങനെയാണ് മലയാളത്തിൽ മൊണ്ണവിശ്വാസി എന്ന ഒരു പദപ്രയോഗം തന്നെ ഈ അടുത്ത കാലത്തുണ്ടായത്. ഞാനുണ്ടാക്കിയതല്ല, നിങ്ങൾക്കറിയാം. അതിനർത്ഥമുണ്ട്, അതിലൊരു വലിയ താക്കീതുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക എന്നത് ഒരു കടമയാണ്. അല്ലാതെ നാം ആജീവനാന്തം ആരാധിച്ചു അവസാനം എല്ലാ സാധ്യതകളും കഴിഞ്ഞു, രാത്രിയായി കഥ അടച്ചു കഴിഞ്ഞ ശേഷം ഈ കാണിച്ചത് മുഴുവൻ പൊട്ടത്തരമായിരുന്നേ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുകൊണ്ട് ആരെയും വ്യക്തിപരമായി വിമർശിക്കുവാനോ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പകപോക്കുവാനോ അല്ല ഇത് ചെയ്യുന്നത്. ദയവായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ധരിക്കണമെങ്കിൽ ധരിക്കാം, പക്ഷേ എനിക്കതിൽ പങ്കില്ല. എൻ്റെ ഉദ്ദേശം ഇതാണ്: നാം ഇപ്പോൾ ആരാധിക്കുന്ന വിധത്തിൽ ഗണ്യമായ അപ്രസക്തി, ഗണ്യമായ അർത്ഥശൂന്യത, ഗണ്യമായ അപമാന രീതികളില്ല എങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ അങ്ങനെയാണ് എങ്കിൽ അതിനെപ്പറ്റി അല്പമെങ്കിലും ഒരു ബോധം നമ്മളിൽ ഉദിക്കുന്നത് നമുക്ക് പ്രയോജനം ചെയ്യുവാൻ സാധിക്കും എന്ന ഒരേ ഒരു പരിഗണനയിലും താല്പര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ യേശുവിൻ്റെ പേരിൽ, പിതാവായ ദൈവത്തിൻ്റെ പേരിൽ നാടകം പോലെ അരങ്ങേറുമ്പോൾ അതിനെപ്പറ്റി ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരേ പ്രശ്നം പലതവണ കൈകാര്യം ചെയ്യുന്നത് ചിലർ ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാനൊരു
വളരെ വേരുറച്ച പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താറില്ല. ക്രമേണ 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 അതിൻ്റെ വിവിധ വശങ്ങൾ പരിഗണിച്ച് വരുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ വീഡിയോയിലും അതിൻ്റേതായ വെളിപ്പെടുത്തലുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് ഒരു വിഷയം ഒരു വീഡിയോ എന്ന കാര്യം നടക്കില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലാകണമെങ്കിൽ, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റാണ് താല്പര്യമെങ്കിൽ ഈ ഒരു ചാനലിൽ ആർക്കും ഇടമില്ല. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവർക്ക് എത്രയോ ചാനലുണ്ട്. അങ്ങനെയുള്ള ആരും ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്നോ സ്ഥിതി ചെയ്യണമെന്നോ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആരും വിട്ടുപോകണമെന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഈ ഒരു ശുശ്രൂഷ നടത്തുന്നത്. അതിനെ ഉപേക്ഷിക്കുകയോ അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ ഞാൻ വിമർശിക്കും, തീർച്ചയായും വിമർശിക്കും, ഞാൻ പ്രതികരിക്കും. പക്ഷേ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് സമയം കൈവിട്ടു പോയതുകൊണ്ട് മാത്രം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ വാത്സല്യവും ബഹുമാനവും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു.